സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫോർമുലാസ് ഇവിടെ ഒരേ സമയത്ത് നമുക്കിവിടെ ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുലയും അറിയണം, അതുപോലെ തന്നെ ഇൻറ്റഗ്രൽസിൻ്റെ ഫോർമുലയും നമുക്ക് ഒരേ ടൈമിൽ നമുക്കത് തെറ്റാതെ ആലോചിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷൻ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പോസിബിൾ ഉള്ളൂ. അപ്പോൾ മെത്തേഡിൽ ഇത്രയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു എങ്ങനെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഇൻറ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഡിവിഷൻ ഒന്നും നമുക്ക് പോസിബിൾ അല്ല എന്നുള്ളത് അവിടെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തു, അല്ലെങ്കിൽ കോമൺ ഡിനോമിനേറ്ററൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് അവിടെ നമ്മൾ സോൾവ് ചെയ്തത്. ഇനി അങ്ങനെയൊന്നും പോസിബിൾ അല്ലാത്തൊരു കേസിൽ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് അടുത്തൊരു മെത്തേഡിൽ നമ്മൾ, അതായത് ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ആർ മൂവിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ലൈക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രോബ്ലം ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനാണോ അതിൻ്റെ ഡെറിവേറ്റീവ് കറസ്പോണ്ടിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആകുമോ എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ആലോചിക്കേണ്ടത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 + x² dx. അപ്പോൾ ഇതിൽ നമുക്ക് ഡിവിഷൻ ഫോമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മിഡിൽ ഡിനോമിനേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള യാതൊരു പ്രൊവിഷനും നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രം ചെയ്യാനായിട്ടാണ് ഇവിടെ പോസിബിൾ ഉള്ളത്. അപ്പോൾ ഏത് ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററിലെ ടേമുണ്ട്, ഡിനോമിനേറ്ററിലും ടേമുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് ഇങ്ങനത്തെ ഫോം വരാൻ നേരത്ത് ഡിനോമിനേറ്ററിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് വരുന്നത്. ഇനി എനിക്ക് ചിലപ്പോൾ ന്യൂമറേറ്ററിൽ വരാം, എന്നാലും മോസ്റ്റ് പ്രോബബിളി അത് എപ്പോഴും ഡിനോമിനേറ്ററിലായിരിക്കും വരുന്നത്. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് പുട്ട് സം u = 1 + x² എന്ന് പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾക്ക് യുന്നോ അല്ലെങ്കിൽ ടീന്നോ ഇഷ്ടമുള്ള ഏതെങ്കിലും വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇവിടെ യു ടി ഒക്കെയാണ് കോമൺ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി du/dx it will be 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, x² 2x വരും. ദാറ്റ് ഈസ് du/dx = 2x എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് du = 2x dx എന്ന് എഴുതാം. ഈ നേരെ dxനെ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ ഇൻറ്റഗ്രേഷനിൽ 2x dx അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, du എന്ന് എഴുതാം. ഡിനോമിനേറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് u എന്ന് പറഞ്ഞ് നെയിം ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇൻറ്റഗ്രൽ ആസ് ഇൻറ്റഗ്രൽ du/u. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ ആണോ എന്നുള്ളതാണ് അടുത്തത് ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് log x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് du/u അല്ലെങ്കിൽ 1/uയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് log u ആയിരിക്കും പ്ലസ് c. ദെൻ ലോഗിൻ്റെ അതിൽ യുവിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് യു എന്താണോ എടുത്തത് അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദിസ് വിൽ ബി ദി ഫൈനൽ ആൻസർ. സോ ഐ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് ക്ലിയർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം.
അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ആ ക്വസ്റ്റ്യനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. So this is the first problem and moving to the next one. So second question is integral 1 by x log x dx. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്തെ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ എക്സ് ലോഗ് എക്സും ആണ് ഉള്ളത്. സപ്പോസ് നമ്മൾ യു ആയിട്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ എക്സ് ലോഗ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെറിവേറ്റീവ് കാണാൻ നേരത്തെ എക്സ് ഒരു ഫംഗ്ഷനും ലോഗ് എക്സ് വേറൊരു ഫംഗ്ഷനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂളൊക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ വി വിൽ ടേക്ക് ഓൺലി ലോഗ് എക്സ് ഫ്രം ദ ഡിനോമിനേറ്റർ. ലോഗ് എക്സ് മാത്രം ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഡി യു ഈക്വൽ ടു, ഇവിടെ ഡി എക്സ് ഇല്ല കേട്ടോ, ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. ദാറ്റ് ഈസ് ഡി യു ഈക്വൽ ടു ഡി എക്സിനെ നേരെ റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. സോ ഇറ്റ് ബിക്കം ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ഡി എക്സ് ബൈ എക്സ് ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഡി എക്സിന് പകരം ഡി യു 1 ബൈ യു എന്ന് വരും. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് അഗെയിൻ 1 ബൈ യു ഡി യു. സോ വിച്ച് ഇസ് ഇൻറ്റഗ്രൽ ഇസ് ലോഗ് യു ഇറ്റ് സെൽഫ്. ദെൻ ലോഗിന് പകരം ആ യുവിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലോഗ് എക്സ് വിൽ ബി ദി ആൻസർ. സോ ഇത്ര ഉള്ളു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പാർട്ട്. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും, ചിലപ്പോൾ നമുക്ക് പാർഷ്യലി കിട്ടുള്ളൂ. പക്ഷെ അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കണം. ഇതാണ് ഇവിടെ ഓർക്കേണ്ട കണ്ടീഷൻ. സോ ദിസ് ഇസ് എ സെക്കൻഡ് വൺ. So the next problem is integral e raised to tan inverse x divided by 1 plus x square. അപ്പോൾ ഇതിൽ നോക്കാൻ നേരത്തെ നമ്മൾ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ സപ്പോസ് നമ്മൾ യു ആയിട്ട് എടുത്ത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്കിവിടെ യാതൊരു യൂസും ഇല്ല. സോ യു ഹാവ് ടു ഫൈൻഡ് അനദർ ഫങ്ഷൻ. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യലിൻ്റെ പവർ, അപ്പോൾ എക്സ്പോണൻഷ്യൽ വരാൻ നേരത്തെ എക്സ്പോണൻഷ്യലിൻ്റെ പവറാണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ ഒരു കേസിൽ നമ്മൾ പവർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി വിൽ ടേക്ക് യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. വിച്ച് മീൻസ് ഡി യു ഈക്വൽ ടു ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു പാർട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻറ്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സിന് പകരം യു കൊടുക്കുക, ഡി യു. ഇ റേസ് ടു യുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു യു തന്നെയാണ്, പ്ലസ് സി. സോ യുവിനെ റീപ്ലേസ് ചെയ്തിട്ട് ടാൻ ഇൻവേഴ്സ് കൊടുക്കുക. സോ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ഈസ് ദി ആൻസർ. So I hope it is clear. Now moving to the next one, that is the fourth question. Integral x by e raised to x square dx. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഒന്നും നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഡിനോമിനേറ്ററിൽ തന്നെ എക്സ്പോണൻഷ്യലിൻ്റെ പവറാണ് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി വിൽ ടേക്ക് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഡി യു ബൈ ഡി എക്സ് ഇസ് 2x, വിച്ച് മീൻസ് ഡി യു ഈക്വൽ ടു 2x ഡി എക്സ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ നോക്കുക ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താ, 2x ഡി എക്സ് ആണ്. അപ്പോൾ അവിടെ 2 ഇല്ല ക്വസ്റ്റ്യനിൽ, ഇവിടെ നമുക്കൊരു 2 എക്സ്ട്രാ ഉണ്ട്. So we can change like this, that is we can bring this 2 to the left side. So it will become
du by 2 equal to x dx എന്നാവും. So we can write this numerator as integral du by 2 divided by e raised to x square പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this will be half കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ഇൻറ്റഗ്രൽ du by u എന്ന് വരും, e raised to u. അപ്പോൾ നമുക്ക് 1 e raised to uയുടെ ഇൻറ്റഗ്രൽ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. സോ വി വിൽ ടേക്ക് ഇറ്റ് ആസ് ഹാഫ് ഓഫ് ഇൻറ്റഗ്രൽ e raised to മൈനസ് u du എന്ന് പറഞ്ഞെടുക്കും. അതായത് ന്യൂമറേറ്ററിൽ ആ പവർ എടുക്കാൻ നിർത്തത് നെഗറ്റീവായി പോകും. കഴിഞ്ഞ വീഡിയോയിൽ e raised to മൈനസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഇൻറ്റഗ്രൽ എടുക്കാൻ നേരത്ത് e raised to മൈനസ് u ഡിവൈഡഡ് ബൈ മൈനസ് 1 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, യുടെ പ്ലേസിൽ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. സോ ദി ഫൈനൽ ആൻസർ വിൽ ബി, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാനാണ്. സോ ഇറ്റ് വിൽ ബി ഹാഫ് മൈനസ് ഹാഫ് e raised to മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് c വിൽ ബി ദി ഫൈനൽ ആൻസർ. So next question is the fifth question. Integral 2x plus 1 into x square plus x plus 1 whole raised to 3 by 2. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന സെക്കൻഡ് ഡിഗ്രി, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ യു ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിൽ ബി എക്സ് സ്ക്വയറിൻ്റെ 2x വരും, എക്സിൻ്റെ 1, 1ൻ്റെ 0. So this will be du equal to 2x plus 1 dx. അതായത് നമുക്ക് ഈ ഒരു ടേം കംപ്ലീറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻറ്റഗ്രൽ u raised to 3 by 2. നമ്മൾ ആ 3 by 2 ഒന്നും അവിടെ എടുത്തില്ല, ജസ്റ്റ് ആ 3 by 2യുടെ ബേസ് ടേം മാത്രം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മാത്രമേ ഇവിടെ എടുത്തുള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് u raised to 3 by 2 ഇൻറ്റു du, 2x പ്ലസ് 1 dxനെ du എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈ എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. ദറ്റ് ഇസ് എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് u റേസ് ടു 3 by 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 by 2 പ്ലസ് 1, വിച്ച് ഇസ് u റേസ് ടു 5 by 2 ബൈ 5 by 2 പ്ലസ് c. ദെൻ യുടെ പ്ലേസിൽ ആ ഫംഗ്ഷൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഓൾ റേസ് ടു 5 by 2 ഡിവൈഡഡ് ബൈ 5 by 2 പ്ലസ് സി എസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർട്ട്, നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Now moving to the sixth question. Integral cos x divided by square root of 1 plus sin x dx. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമാറ്റാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനകത്ത് അവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്, അതെടുക്കാതെ u ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിൽ ബി 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും, വിച്ച് ഈസ് du ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ് എന്നായി. ഇതപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്റർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻറ്റഗ്രൽ du ഡിവൈഡഡ് ബൈ റൂട്ട് യു. അപ്പോൾ റൂട്ട് യുവിനെ നമ്മൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ദിസ് ഈസ് du ബൈ u റേസ് ടു 1 by 2 എന്ന് കൺവേർട്ട് ചെയ്യാം. So which can be again written as u raised to minus 1 by 2 du. Then apply the formula of x raised to n. അപ്പോൾ u raised to minus 1 by 2 plus 1 by minus 1 by 2 plus 1 എന്ന് വരും. So this will be
u raised to 1/2 by 1/2 plus c. ദെൻ യുടെ പ്ലേസിൽ എന്ത് ചെയ്യുക, ഈ 1 + sin x വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ ദിസ് ഓൾ റേസ്ഡ് ടു 1/2 by 1/2 plus c will be the final answer. സോ അടുത്തത് നമുക്ക് കുറച്ച് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയില്ല, അതുപോലെ തന്നെ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയില്ല, കൊസീക്കിൻ്റെ, സീക്കിൻ്റെ, ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഫോർമുലാസ് ഒന്നും ഡയറക്റ്റ്ലി നമുക്കറിയില്ല. അപ്പോൾ അത് എങ്ങനെയാണത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്ത സെറ്റിൽ നമ്മൾ നോക്കുന്നത്. സോ we will start with integral of tan x dx. സോ ഇൻറ്റഗ്രൽ ഓഫ് ടാൻ എക്സ് പറയുന്നത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ടും ഒന്നുമില്ല, അതുപോലെ തന്നെ നോർമലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫോർമുലയും അറിയില്ല. സോ വി വിൽ യൂസ് ദ ഹെൽപ്പ് ഓഫ് ട്രിഗ്നോമെട്രി. ദാറ്റ് ഈസ് ടാൻ എക്സ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സൈൻ എക്സ് ബൈ cos x. So this can be written as integral sin x by cos x. അപ്പോൾ വീണ്ടും നമുക്കിതൊരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റായി. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പ്ലിറ്റ് ചെയ്യാനോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനോ പോസിബിലിറ്റി ഇല്ല. സോ അഗെയിൻ വി വിൽ യൂസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സോ വി വിൽ ലെറ്റ് യു ഈക്വൽ ടു cos x. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് അല്ല, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ഡി യു ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആലോചിക്കാം, നമ്മളിപ്പോൾ കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡെറിവേറ്റീവ് എടുക്കാൻ കോസ് എക്സിന് നമ്മളിപ്പോൾ യു ആയിട്ട് സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡെറിവേറ്റീവ് കോസ് എക്സ് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഡിനോമിനേറ്ററിൽ ബൈ ഡി യു എന്ന് പറഞ്ഞ ഫോം വരും. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യാത്തത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് ഡി യു ബൈ യു. മൈനസ് സൈൻ പുറത്തെടുക്കുക. സോ ദിസ് ഈസ് മൈനസ് ലോഗ് യു വിച്ച് ഈസ് മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ ഇപ്പോൾ ഫോർമുല നോക്കുവാണെങ്കിൽ കോസിന് വരെ സീക്കായിരിക്കും കാണുന്നത് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല. ലോഗ് കോസ് എക്സ് ഈ -1ൻ്റെ കോസിൻ്റെ പവറായിട്ട് എടുക്കും. അപ്പോൾ കോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സീക്കാണ്. സോ ദിസ് ഈസ് ലോഗ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമുല നോക്കി പഠിച്ചാൽ മതി. ഐദർ യു ക്യാൻ യൂസ് മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി ഓർ യു ക്യാൻ യൂസ് ലോഗ് സീക്ക് എക്സ് പ്ലസ് സി. സോ ഇതാണ് ടാൻ എക്സിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാനായിട്ടുള്ള വഴി. ഇതുപോലെ തന്നെ നമുക്ക് കോട്ടെക്സിൻ്റെ ചെയ്യാം. കോട്ടെക്സിനെ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. കോട്ടെക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, കോസ് എക്സ് ബൈ സൈൻ എക്സ് ആയിട്ട് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ സൈൻ എക്സിലായിരിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ക്വിക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് കോട്ട് ആസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് സൈൻ എക്സിനാണ്. സോ ഡെറിവേറ്റീവ് വിൽ ബി കോസ് എക്സ് ഡി എക്സ് cos x dx. അപ്പോൾ അങ്ങനെയാണ് ദിസ് വിൽ ബിക്കം ഡി യു ബൈ യു ആവും വിച്ച് ഈസ് ലോഗ് യു ദാറ്റ് ഈസ് ലോഗ് സൈൻ എക്സ് പ്ലസ് സി ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ കോട്ടും സൈനൊക്കെ കമ്പാരിറ്റീവിൽ ഒരുപോലെയാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം ആ ട്രിഗ്നോമെട്രി കൺവേർഷൻ കറക്റ്റായിട്ട് അവിടെ ഓർമ്മയുണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സീക്ക് എക്സിൻ്റെയും കൊസീക്ക് എക്സിൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ സീക്ക് എക്സിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഓരോ ഹിൻസ് ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഫോം കാണണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അപ്പോൾ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യാൻ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇതിനെ ഈ ഒരു പ്രോബ്ലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ.
So this will be integral sec x into sec x plus tan x divided by sec x plus tan x എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ sec xനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് വിൽ ബി sec സ്ക്വയർ എക്സ് പ്ലസ് sec x tan x ഡിവൈഡഡ് ബൈ sec x പ്ലസ് tan x എന്നായിരിക്കും. അപ്പോൾ ഇത്രയും സിംപ്ലിഫൈ ചെയ്തതിന് മാത്രമാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. നമ്മൾ ഡിനോമിനേറ്ററിലാണ് കൊടുക്കുന്നത്. സോ വിൽ ഗെറ്റ് u ഈക്വൽ ടു sec x പ്ലസ് tan x എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഡെറിവേറ്റീവ് ഓഫ് sec സ്ക്വയർ എക്സ് എന്ന sec x എന്ന് പറയുന്നത് sec x tan x പ്ലസ് tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ന്യൂമറേറ്റർ ഒന്ന് തിരിച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ sec സ്ക്വയർ എക്സ് പ്ലസ് sec x tan എക്സും ഇവിടെ നമുക്ക് കിട്ടിയത് sec x tan x പ്ലസ് sec സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, പ്ലസ് ആയതിന് നമുക്ക് ഓർഡർ അത്ര പ്രശ്നമല്ല. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇൻറ്റഗ്രൽ ആസ് integral du by u which is log u, again that is log sec x plus tan x plus c വരും. this will be the answer. അപ്പോൾ ഇത്രയുള്ള sec xൻ്റെ ഓർക്കാനുള്ള കാര്യം ടേം അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും ഡിവൈഡ് ചെയ്യേണ്ടതും ഓർത്താൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കൊസീക്കിൻ്റെ ഒരു ഫോം നമ്മൾ ചെയ്യുന്നത്. സോ കൊസീക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയാൻ നേരത്ത് വി ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ് വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാനായിട്ട്. So this will be integral cosec x into cosec x plus cot x by cosec x into cot plus cot x വരും. cosec വെച്ച് അകത്തോട്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ബിക്കം cosec സ്ക്വയർ എക്സ് പ്ലസ് cosec x into cot x by cosec x plus cot x എന്ന് വരും. ഇവിടെ യു ആയിട്ട് ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടേക്കിംഗ് യു ഈക്വൽ ടു കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെറിവേറ്റീവ് കൊസീക്കിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കൊസീക്ക് എക്സ് ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. സോ ഇതിൽ നമ്മളൊരു നെഗറ്റീവ് സൈൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം, കാരണം നമുക്ക് ന്യൂമറേറ്ററിൽ പ്ലസ് സൈനാണുള്ളത്. സോ ഇറ്റ് വിൽ കം മൈനസ് cosec സ്ക്വയർ എക്സ് പ്ലസ് cosec x cot x എന്ന് വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ മൈനസ് ഡി യു ബൈ യു വിച്ച് ഈസ് മൈനസ് ലോഗ് യു പ്ലസ് സി. ദെൻ യുടെ പ്ലേസിൽ cosec x പ്ലസ് cot x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. സോ ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ്. ഇത് ഒരു എൻഡൊന്നും അല്ല, കാരണം കുറേ പ്രോബ്ലംസ് ഉണ്ട്. So this is some set of problems in exercise and along with the examples in the chapter integration. So hope you have understood this.